ഹലോ, ഒറ്റയ്ക്കുള്ളോ? കണ്ടാലറിഞ്ഞൂടെ ഒറ്റയ്ക്കാണെന്ന്? നൈസ് ജോബ്. രേണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ. ഷോപ്പിങ്ങിന് പോവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി വരുമായിരുന്നല്ലോ. ഇപ്പോ ഒറ്റക്കാണെന്നുള്ളത് തോന്നല് വേണ്ട. എനിക്കങ്ങനെ ആരുടെ സഹായം ആവശ്യമില്ല. വേണമെങ്കിൽ എന്റെ അപ്പോട്ടനുണ്ട്. കളഞ്ഞു, എന്റെ സകല മൂടും കളഞ്ഞു. മനോഹരമായ ഒരു ഈവനിങ്, ഒപ്പം സുന്ദരിയായ ഒരു യുവതിയും സുന്ദരനായ ഒരു യുവാവും. ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടി രേണു. പ്രേമൻ, നിങ്ങൾ അല്പം കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ അടുത്ത് കൂടിയിട്ടും രേണുവിന് അല്പമായിട്ട് തോന്നിട്ടുള്ളൂ. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡോസേജ് ഇത്തിരി കൂട്ടാം. അപ്പൊ ഫീലിങ്സ് കൂടും അല്ലേ? അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ഷേർഷായ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ? ഞാനാ ഷേർഷാ. എനിക്കടിച്ച പറ്റും, പക്ഷെ എനിക്ക് എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ. ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെയാ കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോവാലെ ശല്യോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? രേണു എണീറ്റേ. ഈ അടപ്രഥമനാണോ പാൽപ്പായസത്തിനാണോ ടേസ്റ്റ്? എനിക്കറിയാം നിനക്കിഷ്ടം പാൽപ്പായസ. സാരമില്ല, അടപ്രഥമനും പാൽപ്പായസവും രണ്ടുമായി കളയാം. എന്താ പോട്ടാ പാതിരേക്ക് പായസത്തിന്റെ കാര്യം പറയുന്നത്? ആ, പായസം മാത്രം പോരാ, ഉപ്പേരി, അവിയല്, പപ്പടം, പഴം ഒക്കെ ആയിക്കോട്ടെ. ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. എന്തിനാന്നറിയോ? നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച് ഉഗ്രനൊരു സദ്യ കൊടുക്കണം. പ്രേമനെ വിളിച്ചോ? ആ, എന്തിന്? നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സമയം പ്രേമനോട് വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ? അവനെ സമ്മതിക്കണം. സ്വന്തം ജീവൻ പോലും മറന്നില്ലേ അവൻ നിന്നെ രക്ഷിച്ചത്. അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചു കാണിക്കണ്ടേ? അതിനാണ് ഈ സദ്യയെങ്കിലും. അതൊന്നും വേണ്ട. അപ്പോഴേട്ടൻ ആളുകളെ മനസ്സിലാകാഞ്ഞിട്ടാ. അതൊക്കെ ഇരിക്കട്ടെ. നിനക്ക് ആ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്കങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല. എനിക്കും തീരെ ഇല്ലായിരുന്നു. രേണു, നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല. നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ. പ്രേമൻ നല്ലവനാ. അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിനി ഉറങ്ങൂ. കഴിക്ക്, നല്ലവണ്ണം കുഴച്ചടിക്കുന്നത്. കുഴക്കണോ? ഈ പപ്പടമൊക്കെ അങ്ങോട്ട് പൊടിച്ചിട്ട് അവിയലൊക്കെ എടുത്ത് കഴിക്കും. അവിയലോ? ഏതാ അവിയല്? മനസ്സിലായില്ലേ? ഇതാണല്ലേ. ഇപ്പോഴാ എനിക്ക് മനസമാധാനമായത്, അല്ലേ രേണു? എനിക്കല്ലാട്ടോ, ഇരിക്ക്, പായസമുണ്ട്, ഇവളുടെ സ്പെഷ്യലാ, ഒഴിച്ചു കൊടുക്ക. എന്റെ വയറ് നിറഞ്ഞു. എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ടേ ഞാനിവിടെ പോകും. അതെ അതെ, നോക്കിക്കാതെ ഒഴിച്ചു കൊടു. ഞാനിക്കട്ടെ, മുഴുവൻ കഴിച്ചിട്ട് പതുക്കെ എണീറ്റാ മതി. പായസം കൊടുത്തില്ലേ? നീ എന്താ മൂട വിട്ടായിട്ട് പായസം ഒഴിച്ചു കൊടുക്ക. മധുരം എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല. ഒഴിച്ചോളൂ. നമുക്കിടയിൽ ഒരു വില്ലൻ ഉണ്ടായിരുന്നു. അയാളെ ഞാനിപ്പോ എന്റെ പോക്കറ്റിലാക്കി. നല്ല സ്വാദ്. പായസം ഉണ്ടാക്കാൻ ഇവളെ എക്സ്പെർട്ടാ.
എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? ആ, ആ. കുറച്ച് അച്ചാറൂടെ എടുത്ത് കഴിക്കും. പായസം ഇനിയും പോവും. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ഓവറായി. ആ അപ്പുകുട്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പുക്കുട്ടനോട്. എന്താ പ്രേമ ഇത്? ഇങ്ങനെ വളച്ചു കിട്ടാത്ത കാര്യം എന്താന്ന് പറ. പറയാം, ഞാനെല്ലാം പറയാം. അന്ന് ചിങ്ങ് 1-ാം തീയതി അതെ അപ്പുകുട്ട, ചിങ്ങമാസം 1-ാം തീയതി ഇല്ലേ, ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സാധനമില്ല. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നത് ഇവിടെ ചികിത്സിക്കുന്ന ആ ഡോക്ടർ പ്രസാദ്. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി. ഇവിടെ നിന്നും കുറച്ച് മാറി കാർ പോർച്ചുള്ള ഒരു കൊച്ചു വീട്, അങ്ങോട്ട് താമസം മാറ്റിയ അപ്പുക്കുട്ടൻ ഇപ്പോഴും എന്നോടുള്ള ഈ സ്നേഹം എന്നും നിലനിൽക്കും. പ്രേമം പറഞ്ഞു വരുന്നത് വളരെ ശരിയാ. ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. എന്ത് തോന്നിയാസം നീ പറയുന്നത്? അവൻ എവിടെ മാറി താമസിക്കണമെന്ന് മിണ്ടി പോരുത്. പ്രേമാന്ന് കാര്യാക്കണ്ട. ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളൂ. നീ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. നിന്റെ കാറും ഇനിമേൽ ഇവിടെ തന്നെ ഇടും. പ്രേമ, ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. நல்லா இருக்கா? ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? എന്നാ? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്തത് നല്ല ആർക്കൊന്നും ചൊല്ലിയതാ. அப்படினா ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. ருக்கு, அந்த ஆளு ஆமாண்ணா, பார்த்தா அவரை மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாண்ணா. അപകടമാണ്. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ. ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. ഓൻ കടവുൾ. ஆமாண்ணா. ரேதா. യെസ്, ദ സെയിം ബക്കർ. കാതലൻ? നോ, K.A. Thalan. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്. അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു, ശാന്ത. അവളേതാ? ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല്. വെരി ചീപ്പ്, ഓൺലി 4000 rupees. അട്ടെ, ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ. ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. ആന്റിയാണോ? അങ്കിളോ? ഞാൻ അങ്കിളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ഓടി, நீங்க வாங்கண்ணா.